ഹലോ, അച്ചൂസ് ഡയലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ലേഡീസ് ഉള്ള ടോപ്പിക്കാണ്. മെൻസ് കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ടുകൂടാ എന്ന് ഞാൻ പറയില്ല കേട്ടോ. അവർ അറിഞ്ഞിരിക്കണതിൽ തെറ്റൊന്നുമില്ല. എന്നാലും ലേഡീസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ് പീരീഡ്സ്. മന്ത്ലി നമുക്ക് വരുന്ന പീരീഡ്സ് അല്ലേ. അതിലിപ്പം ഞാൻ നിങ്ങൾക്ക് ടോപ്പിക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. കുറേ പേര് സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നു, കുറേ പേര് ടാമ്പോൺസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ മെൻസ്ട്രൽ കപ്പ് പാഡ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇപ്പം എൻ്റെ പല ഫ്രണ്ട്സ് ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഇപ്പോഴും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ട് കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ വീഡിയോയിലിട്ട് പോകാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ മെൻസ്ട്രൽ കപ്പ് സാനിറ്ററി പാഡ്. അപ്പം ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്ത് വേണോ പറയാം, അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞാൻ മെൻസ്ട്രൽ കപ്പിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നും അതെങ്ങനെയാണ് ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഞാൻ അങ്ങോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ കമ്പാരിസൺ പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ഞാൻ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാഡ് കേട്ടോ. വിസ്പറിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്നും എനിക്കറിയാം. പി സേഫിൻ്റെ മെൻസ്ട്രൽ കപ്പ്, പി സേഫ് എന്നാണ് ഉള്ളത്. പി സേഫ് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന് രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പാഡ് ആണെങ്കിൽ നമുക്ക് കൂടുതലും വാങ്ങേണ്ടി വരും. എന്ന് വെച്ചാൽ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഒരു മാസം തന്നെ എത്ര പേർഡ്സ് ആവുന്ന ഓരോരുത്തർ ഇതനുസരിച്ചാണല്ലോ. പക്ഷെ നമ്മൾ കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5 years, ഞാൻ വാങ്ങിച്ച പി സേഫ് 5 years ആണ് കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 5 years നമുക്ക് 10 yearsൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ വേറെ കുറേ ബ്രാൻഡ് ഉണ്ട്. അപ്പം നമുക്ക് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മളെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇരിക്കും. അതൊന്ന്. 2, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഡിസ്പോസ് ചെയ്യാനൊന്നും പാടില്ല. മെൻസ്ട്രൽ കപ്പാണെങ്കിൽ നമുക്ക് അറിയാലോ, വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം. അത് 2. മറ്റേതാണെങ്കിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. ഇപ്പോൾ ടാമ്പോൺസ് ആണെങ്കിലും പാഡൊക്കെ ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും യൂസ് ചെയ്തിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഇത് ഏത് ഏജ് ഗ്രൂപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഓരോരോ സൈസ് വരും. അതിലൊക്കെ ഞാൻ അങ്ങോട്ട് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയാം ഏത് ഏജ് ഗ്രൂപ്പിന് വേണ്ടി പോകാം. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പേഡ് യൂസ് ചെയ്യുന്ന ഓവർ ഒരു 6 hours 7 hours കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ പേഡ് ആണെങ്കിൽ നമുക്ക് റാഷസും കാര്യങ്ങളും, കുട്ടികൾക്ക് റാഷസ് വരില്ല നാപ്കിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമുക്കും ഇൻഫെക്ഷൻ റേറ്റും വേറെ നമ്മളെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അങ്ങനെയൊക്കെ പറയും പോലെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അത് 3ാമത്തെ കാര്യം. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ, നമുക്ക് മെൻസ്ട്രൽ കപ്പ് വെച്ചാണെങ്കിൽ സ്വിം ചെയ്യാം, എക്സസൈസ് ചെയ്യാം, എന്ത് വേണോ ആക്ടിവിറ്റീസ് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, പാഡ് ആണെങ്കിൽ നമുക്ക് വാട്ടർ ആയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ സ്റ്റിക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതെ, പാഡാണ് നമ്മൾ വെച്ചിരുന്നത്. നമ്മൾ സ്വിം ചെയ്യാനൊക്കെ പോയി നമുക്കത് കംഫർട്ട് അല്ല. അപ്പോൾ മെൻസ്ട്രൽ കപ്പിനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും വരില്ല. അപ്പം ഏറ്റവും മെയിനായിട്ട് വന്ന കോസ്റ്റ് നമുക്ക് ഇതാക്കാം, ഡിസ്പോസ് ചെയ്യണത് എളുപ്പമാണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, പിന്നെ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ റാഷസോ ഇൻഫെക്ഷൻ റേറ്റോ അങ്ങനെ ഒന്നും വരത്തില്ല. അങ്ങനെയാണ് കുറച്ച് ഇതിൻ്റെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയുന്നത്. നമുക്ക് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാനും. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് എന്തുമാത്രം പാഡ് വാങ്ങുന്നുണ്ട്. സത്യം പറയാനല്ലോ, നമ്മൾ മന്ത്ലി തന്നെ ഒരു വലിയ ക്യാഷ് എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പാഡ് വാങ്ങണതിന് മാത്രം യൂസ് ചെയ്യും. പക്ഷേ മെൻസ്ട്രലൊക്കെ അറ്റ് എ ടൈം നമ്മൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 500 റേഞ്ചൊക്കെ ആവും. അത് ഞാൻ പറഞ്ഞു തരാം. ആവുകയാണെങ്കിൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആണ്. ഒരു 5 years നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കുകയേ വേണ്ട. അത് അത്രയും നല്ലതാണ്, എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. ഇനി നമുക്ക് മെൻസ്ട്രൽ കപ്പ് അതിനെ കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് കുറിച്ച് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലോട്ട് പോകാം. നമ്മൾ മാർക്കറ്റിൽ പല ബ്രാൻഡിലുള്ള മെൻസ്ട്രൽ കപ്പ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് വേറൊരു കമ്പനിയാണ്, പി സേഫ് അല്ല. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ഒരു നമ്യ എന്ന് പറയുന്ന ഒരു മെൻസ്ട്രൽ കപ്പ് ആണ്. പക്ഷെ അതെനിക്ക് ആക്ച്വലി സ്യൂട്ടായിട്ടേ ഇല്ല. അതെനിക്ക് സ്യൂട്ടാകാത്തത് കൊണ്ടാണ് ഞാൻ പി സേഫിലോട്ട് വന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. പി സേഫിലോട്ട് എത്തി. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് പി സേഫ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരു ക്യൂട്ട് ഒരു സഞ്ചി പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. മെൻസ്ട്രൽ കപ്പ് ഇതാണ് നമ്മളെ ആള്.
ഇതാണ് മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ ഇതിലാണ് നമ്മൾ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ 349 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് മെൻസ്ട്രൽ കപ്പ് വാഷറാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത കാര്യമാണ്. പിന്നെ നമുക്കൊരു നാച്ചുറൽ ഇൻറ്റിമേറ്റ് വാഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം കൂടെ നമുക്കൊരു 500 റേഞ്ച് അല്ലെങ്കിൽ 600-നകത്ത് ആവുള്ളൂ. ഇത്രയും അല്ല, നിങ്ങൾക്ക് ഈ ഇൻറ്റിമേറ്റ് വാഷൊക്കെ അഡീഷണൽ നിങ്ങളിൽ ഉണ്ട്, ഇത് മാത്രമാണെങ്കിൽ 349 റുപ്പീസേ ആവത്തുള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം നമുക്ക് നമ്മളെപ്പോഴും ഫസ്റ്റ് യൂസിൽ അത് സ്റ്റെറിലൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടി ജസ്റ്റ് ഒരു പാത്രം അതിന് വേണ്ടി മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതി, ഒരു കുഞ്ഞ് കിണ്ണം പോലെ. അല്ലാത്ത വേറെ ബ്രാൻഡിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഹോട്ട് വാട്ടർ ഉപയോഗിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിന് മുമ്പേ ഇത് വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് പിന്നെ ഇത് ഇപ്പം 5 വർഷം കഴിഞ്ഞിട്ട് വേറെ ബ്രാൻഡിലോട്ട് ആവാന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഇപ്പം 2023 വാങ്ങിച്ചത്. ഞാൻ ഇപ്പോൾ 1 year ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ വാങ്ങിച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് പീരീഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും സ്റ്റെറിലൈസ് ചെയ്യണം, പീരീഡ്സ് കഴിഞ്ഞ് എൻഡിലും സ്റ്റെറിലൈസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിലിട്ട് സൂക്ഷിക്കാം. ഇനി പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഫണൽ ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. ഇത് ഫണൽ പോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ പിന്നെ ഒരു സ്റ്റെമ്പ് പോലത്തേതുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ഉള്ളതുണ്ട്. നമ്മൾ ഓരോ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 10 ml 15 ml അങ്ങനെയുണ്ട്. ഇതിന് നമ്മൾ പല സൈസസിലുണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്, ഇത്രയും 3 സൈസസിലുണ്ട്. അപ്പോൾ സ്മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടീനേജേഴ്സ്, ഇപ്പോൾ മാരേജ് കഴിയാത്ത അൺമാരീഡ് ആൾക്കാർക്ക് അവർക്കൊക്കെ നമുക്ക് സ്മോൾ യൂസ് ചെയ്യാം. പിന്നെ മീഡിയം എന്ന് പറയുമ്പം നമ്മൾ ആക്ച്വലി സെക്ഷൻ കഴിഞ്ഞവർ, മാരീഡ് ജസ്റ്റ് കഴിഞ്ഞവർ, അവർക്കൊക്കെ നിങ്ങൾക്ക് മീഡിയം ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വജൈനലി ഡെലിവറി, നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് നമുക്ക് ലാർജ് യൂസ് ചെയ്യാം. ഞാൻ ലാർജാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, അപ്പം ലാർജാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആരും ചിന്തിക്കരുത് നമ്മൾ ഫസ്റ്റ് യൂസിലെ ഇത് ഓക്കെ ആകുമെന്ന് ആരും ചിന്തിക്കരുത്. നമ്മൾ ഒരു 2-3 മാസം ഇത് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയം തന്നെ ട്രൈ ചെയ്താൽ മാത്രമേ ബെനിഫിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആവുള്ളൂ. അതാണ് എൻ്റെ കാര്യം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചാൽ എനിക്ക് ഫിറ്റ് അല്ലായിരുന്നു. ഫസ്റ്റ് ഞാൻ ലാർജ് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷെ അതിൻ്റെ റിം എനിക്ക് ഭയങ്കര ലൂസായിട്ട് തോന്നി. അപ്പോൾ അത് ഫിറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ എനിക്കത് ലീക്കേജ് ഒക്കെ വന്നു. അപ്പം ഞാനത് മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ കുറേ യൂട്യൂബ്സ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ P-Safe വന്നത്. അപ്പോൾ P-Safe എനിക്ക് യൂസ് ചെയ്തപ്പം തന്നെ കംഫർട്ടായിട്ട് തോന്നി. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ഒരു സാനിറ്ററി പാഡൊക്കെ വെച്ച് ഒരു സേഫ്റ്റിക്ക്. ഇനി അതിൻ്റെ യൂസ് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇങ്ങനെ യൂസ് ചെയ്യാനാണ്. നമുക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ കസിൻസ് ആണെങ്കിൽ പോലും അയ്യോടി നീ എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ പറ്റുമോ? എനിക്ക് പേടി. മിക്ക ആൾക്കാർക്കും ഉള്ളതാണ് പേടി. സംഭവം ഇത് അകത്ത് കയറിപ്പോവോ, അത് ഇൻസെർട്ട് ചെയ്ത് പ്രശ്നം പറ്റുമോ, നടക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ, ഓടാൻ പറ്റുമോ, അത് അകത്തുള്ളിൽ കയറിപ്പോവോ, അയ്യോ ഭയങ്കര ടെൻഷനാണ്. നിങ്ങളൊക്കെ ആലോചിക്കേണ്ട കാര്യം, ഞാൻ ഈ ടെൻഷനൊക്കെ ഉള്ള ആ പാർട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിലൊരു കോൺഫിഡൻസ് വേണം. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഇത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് നമ്മൾ ആക്ച്വലി ഇത് നമ്മൾ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്തെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും അറിയില്ല, നമുക്ക് പീരീഡ്സ് ആണെന്ന് പോലും അറിയില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയാമല്ലോ, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ഡേയ്സ് ഒക്കെ നമുക്ക് പീരീഡ് ക്രാംസ് ഉണ്ടല്ലോ, ആ പെയിനൊക്കെ കാണും, ഫസ്റ്റ് ഡേ ഒക്കെ കാണും. അപ്പം അത് ആ ഒരു എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ആ പീരീഡ്സ് പെയിൻ വരെ ഒരു പരിധി വരെ കുറച്ചിട്ടുണ്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പം നിങ്ങൾ ആദ്യത്തെ ആ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ നമ്മൾ നമുക്ക് പീരീഡ്സ് ആണെന്നോ മറ്റേ പാഡ് വെച്ച് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് അൺകംഫർട്ട് ആണ്, ഇരിക്കുമ്പോൾ അറിയാൻ പറ്റും, നിൽക്കുമ്പോൾ അറിയാൻ പറ്റും, ബ്ലഡ് ഫ്ലോ അറിയാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. നമ്മൾ ആക്ച്വലി ഈ മെൻസ്ട്രൽ കപ്പാണെങ്കിൽ നല്ല സൂപ്പറാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് പാൻറ്റീസ് ഇട്ടാൽ മാത്രം മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഭയങ്കര കൂൾ ആൻഡ് കംഫർട്ടായിരിക്കും. സീരിയസ്ലി പറയാം, നമ്മൾ മൂഡ് സ്വിങ്സും ഒരു പരിധി വരെ അതൊക്കെ വെച്ച് മാറ്റാൻ പറ്റും. യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ല കൈയൊക്കെ നല്ല വാഷ് ചെയ്യണം. ഹാൻഡ് വാഷ് ഇട്ട് നല്ല കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡിൽ നമ്മൾ ഫിംഗേഴ്സ് ഒന്നും പാടില്ല, അഴുക്കൊന്നും പാടില്ല. നഖം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫുൾ ക്ലിയർ ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ എടുത്ത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വജൈനയിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആക്ച്വലി നമുക്ക് പേടിയായിരിക്കും ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പേടിയുള്ളവർ ഫസ്റ്റ് നമ്മളൊന്നിനെ 5-6 തവണ ഒന്ന് റിലാക്സ് ചെയ്ത് ആദ്യം ഫസ്റ്റ് റിലാക്സ് ആയിരിക്കുക. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് പീരീഡ്സിൻ്റെ ബ്ലഡ് ഫ്ലോ കളക്ട് ചെയ്യണമെന്ന് മനസ്സിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുന്നതല്ല, നന്നായിട്ട് ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യുക. നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്തിട്ട്
എന്നിട്ട് നമുക്ക് ഓരോ ഫോൾഡിങ് ടൈപ്പ് ഉണ്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് നമ്മൾ ചെയ്ത് വേണം ചെയ്യാൻ. ഞാൻ ആക്ച്വലി ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പഞ്ച് ഡൗൺ ചെയ്യുന്ന മെത്തേഡാണ്. പഞ്ച് ഡൗൺ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരും. ഈ ഒരു ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. വജൈനയ്ക്കകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുണ്ടാകത്ത് കയറി പോകുമ്പോൾ ലോക്ക് ആയിക്കോളും. അതുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഇല്ലേ, അത് നിന്ന് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നൊരു റൊട്ടേറ്റ് കൂടെ അത് ഫിക്സ് ചെയ്ത് ഇരുന്നോളൂ. പിന്നെ എല്ലാവരും പറയുന്ന മറ്റേ ക്ലിക്ക് സൗണ്ട് മറ്റേ അകത്ത് കേൾക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം, അങ്ങനെയൊന്നും കേൾക്കൂല. നമുക്ക് ജസ്റ്റ് അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഫിംഗർ വെച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഫിംഗർ വെച്ച് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിൽ നമുക്കത് ഓക്കെ ആയിട്ടുണ്ടോ അല്ല എവിടെയെങ്കിലും മടങ്ങി ഇരുന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം ജസ്റ്റ് നമ്മളത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ള ഇൻസേർട്ട് ചെയ്ത് ആ ഫിറ്റായി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. എത്ര വലിച്ചാലും അത് വരാനോ ഒന്നും പോകില്ല, അത് കയറിയും പോകില്ല ഇറങ്ങിയും വരില്ല. അത് ഭയങ്കര കംഫർട്ടായിട്ട് അവിടെ ഇരുന്നോളും, വേറെ ടെൻഷനോ ഒന്നുമില്ല. പിന്നെ വേറൊരു ടൈപ്പ് ഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ സി ടൈപ്പ് ആയിട്ട് ഫോൾഡ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഇത് സ്യൂട്ട് ആവത്തില്ല, ഇത് ഇങ്ങനെയും ചെയ്യണവരുണ്ട്, എനിക്ക് സ്യൂട്ട് ഇല്ല. പക്ഷെ ഇത് പഞ്ച് ഡൗൺ ചെയ്യുമ്പോൾ ഇതങ്ങ് ഈസിലി ആയിട്ട് കയറി പോകണം എനിക്ക് ഫീൽ ഉണ്ട്. പിന്നെ ഞാൻ ഇതിങ്ങനെ കയറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പഞ്ച് അകത്തോണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അത് ഓപ്പൺ ആയിക്കോളും, അവിടെ ഫിക്സ് ആയി ഇരുന്നോളും. നിങ്ങളുടെ ഡൗട്ടുകളായിരിക്കും, വരാൻ ഉദ്ദേശിക്കുന്ന ഡൗട്ടുകളായിരിക്കും. വേറെ ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടോ? യൂറിൻ പാസ് ചെയ്യുമ്പോൾ പ്രശ്നം വരല്ല. മോഷൻ പാസ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടോ? മോഷൻ പാസ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. അത് അവിടെ ഇരുന്ന് ബ്ലഡ് മാത്രം കളക്ട് ചെയ്തോളും. ബാക്കി നമ്മൾ എപ്പം നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാനോ കുഴപ്പമില്ല. മോഷൻ പാസ് ചെയ്യാൻ നേരത്തും ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്കറിയാം നമുക്ക് 3 ഓപ്പണിങ്സ് ആണ് ഉള്ളത്. ഒന്ന് നമ്മൾ വജീനയിലെ ഓപ്പണിങ്സ്, എനസ് ഓപ്പണിങ്, അത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന വേറെ ഓപ്പണിങ് കൂടിയാണ്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് അതുമായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ യൂറിൻ പാസ് ചെയ്താലോ മോഷൻ പാസ് ചെയ്താലോ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ യൂറിൻ പാസ് ചെയ്തതുകൊണ്ടോ മോഷൻ പാസ് ചെയ്തതുകൊണ്ടോ ഇത് കയറി പോകാനും ചാൻസ് കുറവാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേ വേണ്ട. പിന്നെ ലാസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് തിരിച്ചെടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ ഡയറക്റ്റ് പുൾ ഡൗൺ ചെയ്യരുത്. പുൾ ഡൗൺ ചെയ്താൽ നമുക്ക് പ്രഷർ കാരണം നമ്മൾ അവിടുത്തെ മസിൽസൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കുകയില്ലേ, അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ ഡയറക്റ്റ് പുൾ ഡൗൺ ചെയ്യരുത്. നിങ്ങളൊരു ജസ്റ്റ് സ്ക്യൂസ് കൊടുത്തിട്ട് വേണം പതുക്കെ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. സ്ക്യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് വന്നോളൂ. അപ്പോൾ ആ എയർ പകുതി പോയി സ്ക്യൂസ് ഡൗൺ ചെയ്തിട്ട് ഇറക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 hours ഒക്കെ കഴിയുമ്പോൾ 5-6 hours, അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ആണെങ്കിൽ നമുക്കറിയില്ല നമുക്ക് എത്ര ക്വാണ്ടിറ്റിയോടെ ബ്ലഡാണ് പോകുന്നത് നമുക്ക് അറിഞ്ഞൂടാത്തവരാണെങ്കിൽ നമ്മളൊരു 4 to 5 hours കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ജസ്റ്റ് റിമൂവ് ചെയ്ത് എത്രത്തോളം കളക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് കളക്ട് ചെയ്തതെന്ന് മനസ്സിലാവും. അപ്പം തന്നെ നമുക്ക് അപ്പോൾ 2 മണിക്കൂർ കൂടെ പോകണമെങ്കിൽ അത് ഫില്ലായില്ലെങ്കിൽ ഓക്കെ, 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുത്താൽ മതി. അപ്പം അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്കൊരു 6 hours വെച്ച് ലെങ്തി ആയിട്ട് നോക്കാം. അപ്പം നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഇളക്കി നമ്മൾ ഒന്നുകിൽ കപ്പ് വാഷ് ചെയ്യാം. കപ്പ് വാഷ് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് എപ്പോഴും ചെയ്യണമെന്നില്ല. കപ്പ് വാഷും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തതിന് ശേഷം നമുക്കത് റീഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പീരീഡ്സ് എൻഡ് ആകുമ്പോൾ മാത്രം ഇത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്താൽ മതി. അതുപോലെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കപ്പ് വാഷ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഇത് ഞാൻ ഈ പറഞ്ഞതാണെങ്കിൽ പോലും എല്ലാവർക്കും ഇപ്പോഴും ടെൻഷനും പേടിയും കാണും. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റിലാക്സ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു കംഫർട്ട് എടുക്കണം. എന്തായാലും നമ്മൾ പെൺകുട്ടികളാണല്ലേ, നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അത്രയുള്ള പെയിനൊന്നും അല്ലല്ലോ ഇതൊക്കെ. നമ്മളൊക്കെ എന്തുമാത്രം ജീവിതത്തിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നു, അതുപോലെ ഡെലിവറി പെയിൻ നമുക്ക് താങ്ങാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യം ഒന്നും ചെയ്തോളൂ. നിങ്ങളൊരു മൈൻഡ് ഒന്ന് ജസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ട് ടെൻഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ പേടിയായിരുന്നു. പക്ഷെ വിത്തിൻ 2 months ഞാൻ അത് ക്ലിയർ ചെയ്തു കേട്ടോ. ഫസ്റ്റ് മന്തിൽ ഞാൻ വേറെ കമ്പനി യൂസ് ചെയ്ത് എനിക്കത് ഇതായിരുന്നു, ഫുൾ എൻ്റെ പൈസ വേസ്റ്റ് ആയിരുന്നു. 500 കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്, അത് ഫുൾ വേസ്റ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് 2ാമത്തെ മാസത്തിൽ പിന്നെ ഒരിക്കലും ഇത് പീരീഡ്സ് അല്ലാത്ത സമയം നിങ്ങൾ വച്ച് ട്രയൽ ചെയ്യരുത്, അത് ചെയ്തുകൂടാ. നമ്മൾ പീരീഡ്സ് ഉള്ള സമയത്ത് മാത്രമേ ഇത് വെച്ച് നോക്കാവുള്ളൂ. അങ്ങനെ 2ാമത്തെ സമയം ഞാൻ വച്ച് P-Safe വച്ച് നോക്കി. എനിക്ക്
എനിക്ക് സെറ്റായതിന് ശേഷം മാത്രമാണ് ഞാൻ അതെനിക്ക് സെറ്റായതിന് ശേഷം ഭയങ്കര കംഫർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു. എനിക്ക് പാഡ് വാങ്ങണതിൻ്റെ ടെൻഷനില്ല, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി, കുറച്ച് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ വച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും അറിയില്ല. ജസ്റ്റ് നമ്മൾ അങ്ങ് ഇറങ്ങി എവിടെയെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പീരീഡ്സ് എൻഡ് സമയത്തൊക്കെ നമ്മൾ ബ്ലഡ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്പോട്ടിങ് ആയിരിക്കും. പക്ഷെ നമുക്ക് പാഡ് വെക്കാതിരിക്കാനും പറ്റില്ല, പാഡ് വെച്ചേ പറ്റൂ. പക്ഷെ ആ പാഡ് വല്ല 2-3 ക്ലോട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അത് നമുക്ക് വെച്ചാലും നമുക്ക് ആ പാഡ് വേസ്റ്റ് ആണ്. കാരണം എത്രയെന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും മാറ്റണം. കൂടുതൽ നേരം ഇത് വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇത് ആലോചിച്ച് നോക്ക്, കപ്പാണ് വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ലെങ്തി നമുക്ക് പീരീഡ് എൻഡ് സമയത്തൊക്കെ അത് വച്ചിരുന്നാൽ അത് അവിടെ ഇരുന്നോളും, പ്രശ്നമൊന്നുമില്ല. പിന്നെ മാക്സിമം നിങ്ങളൊരു 8 hours ഒക്കെ കഴിയുമ്പോൾ മാറ്റണം കേട്ടോ. മാറ്റി അത് വീണ്ടും വാഷ് ചെയ്തിട്ട് വെക്കണം. കൂടുതൽ ലെങ്തി ടൈമിൽ വെക്കണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. പിന്നെ നിങ്ങൾ അടുത്ത ഡൗട്ട് ചേച്ചി, ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ വരില്ലേ എന്നാണ്. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേടിച്ചിട്ടാണ്, ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെ ആണെങ്കിൽ അത് കയറില്ല, ഉറപ്പാണ്. നമ്മൾ ആ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ആവില്ല, നമ്മളകത്ത് പോവില്ല. അപ്പോൾ നമ്മൾ റിലാക്സായി ഞാൻ പറഞ്ഞ പോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ഒരു 5-6 തവണ ചെയ്തിട്ട് മാത്രം നമ്മൾ സ്ക്വാട്ട് പൊസിഷനിൽ ഇരുന്നിട്ട് വേണം നമ്മളത് ഇൻസേർട്ട് ചെയ്യാൻ. അത് ഞാൻ പറയാൻ വിട്ടു കേട്ടോ. നമ്മൾ ഏത് പൊസിഷൻ എന്ന് ഞാൻ പറഞ്ഞില്ല, ഫോൾഡിങ് ടൈപ്പ് പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ സ്ക്വാട്ട് പൊസിഷൻ, ഒന്നെങ്കിൽ ക്ലോസറ്റിൽ ഇരിക്കുന്ന പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ തറയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന പൊസിഷൻ, അതുപോലെ വെച്ചിട്ട് വേണം നമ്മളത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് അത് സക്സസ് ആവണമെന്നില്ല. നമ്മൾ ചിലപ്പം 2-3 തവണ സക്സസ് ആവാൻ ഇത് ചെയ്യേണ്ടി വരും പക്ഷെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് മന്ത് അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം പോട്ടെ, ഇത്രയും നിങ്ങൾ പ്രയത്നിച്ച അല്ലെങ്കിൽ സക്സസ് ആയ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു ലൈഫ് ലോങ് നിങ്ങൾക്ക് സെറ്റാണ്. നിങ്ങൾക്ക് പാഡ് വെക്കേണ്ട ടെൻഷനേ ഇല്ല. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ 3 മാസം കഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾ ഓക്കെ ആയിരിക്കും. ഡിസ്കംഫർട്ടും ഇല്ല, ഫീൽ കംഫർട്ടാണ്. ഫസ്റ്റ് നിങ്ങളെ പേടി മാറ്റി നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിയാൽ സൂപ്പറായിരിക്കും. ഇത് എല്ലാവരും ആർക്കും അറിഞ്ഞൂടാത്തൊരു സമയം, ഇപ്പോഴും പലർക്കും പേടിയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക് യു. പിന്നെ എല്ലാവർക്കും ഹാപ്പി ആവണം.